നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരന്തരം ഉണ്ടാകുന്ന കൊലപാതകങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തുന്നത് സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു പരിധിവരെ ശരി തന്നെയാണ്. സിനിമയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട്. വളരെ അക്രമ മനോഭാവമുള്ള സിനിമകൾ കാണുമ്പോൾ അത് ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് അതൊരു വലിയ പ്രചോദനമാണ്. പിന്നെ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് ഈ വർഷം കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ MDMA ഇന്നലെ പോലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു മകനെ പിടിച്ചിട്ട് അദ്ദേഹത്തെ ഒരു ദിവസം കൊണ്ട് വിട്ടു. അദ്ദേഹം ആ മകനെ എതിർത്ത് അല്ലെങ്കിൽ ആ മകൻ്റെ കുറ്റത്തെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചില്ല. എങ്കിൽ പോലും നിയമത്തിൻ്റെ പരിരക്ഷ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് ആ ഒരു കേസിൽ നിന്ന് അദ്ദേഹത്തിന് പോരാൻ പറ്റി, അല്ലെങ്കിൽ ജാമ്യത്തിൽ പോകാൻ പറ്റി. ഈ ഒരു പ്രശ്നമാണ്, നമ്മുടെ നിയമത്തിൻ്റെ പോരായ്മയാണ് ഈ അക്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജയിലിൽ നിന്ന് വന്ന് പരോളിൽ വന്ന് കൊന്ന് തിരിച്ച് ജയിലിലേക്ക് പോകുന്ന ആളുകൾ, ജയിലിൽ നിരന്തരം പരോൾ കിട്ടുന്ന ആളുകൾ, ഇതൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹം കാണുന്നത്, അല്ലെങ്കിൽ ഈ ക്രിമിനൽ മൈൻഡുള്ളവർ കാണുന്നത് അതാണ്. അതുകൊണ്ടാണ് അവർ കൊലപാതകം ചെയ്ത് വളരെ അന്തസ്സായി ജയിലിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി കീഴടങ്ങുന്നത്. ഇതാണ് നമ്മുടെ നിയമത്തിൻ്റെ ശക്തിയില്ലായ്മ അല്ലെങ്കിൽ പോരായ്മയാണ് ഈ അക്രമങ്ങളുടെ പ്രധാന കാരണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.